സന്തോഷത്തിന്റെ കവാടങ്ങൾ തുറക്കാനുള്ള താക്കോലാണ് സ്നേഹം. സ്വാഗതം. ഓഗസ്റ്റ് 30 നടക്കാനിരിക്കുന്ന വിവാഹത്തിൽ തീർച്ചയായും വരിക. മഹാരാഷ്ട്രയിലെ ഹിങ്കോലി ജില്ലയിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഫോണിലേക്ക് വന്നൊരു വാട്സാപ്പ് മെസ്സേജാണിത്. ഇതിൻ്റെ കൂടെ ഒരു വിവാഹ ക്ഷണക്കത്തും ഉണ്ടായിരുന്നു. അതിനിപ്പോൾ എന്താ ഒരു ക്ഷണക്കത്തല്ലേ എന്ന് വിചാരിച്ച് അത് ഓപ്പൺ ചെയ്ത ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിലെ 1,90,000 രൂപയാണ് നഷ്ടമായത്. ഇതാണ് ഇപ്പോൾ ചർച്ചയാകുന്ന വിവാഹ ക്ഷണക്കത്ത് തട്ടിപ്പ്. വിവാഹ ക്ഷണക്കത്ത് എന്ന വ്യാജേന വാട്സപ്പിലേക്ക് എത്തിയ സന്ദേശം ഒരു സാധാരണ ഫോട്ടോ ആയിട്ട് തോന്നുമെങ്കിലും ശരിക്കും ഇത് ഹാക്കർമാർ ഫോൺ ഹാക്ക് ചെയ്ത് സുപ്രധാനമായ വിവരങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു APK ഫയലായിരുന്നു. അപ്പം ഉദ്യോഗസ്ഥൻ്റെ ഫോണിലേക്ക് ഈ ഫയൽ എത്തി ഓപ്പൺ ആക്കിയപ്പോൾ ഫോണിലെ വിവരങ്ങളെല്ലാം ഹാക്കർമാർക്ക് ലഭിക്കുകയും ഫോണിലുണ്ടായിരുന്ന 1,90,000 രൂപ നഷ്ടമാവുകയും ചെയ്തു. ഉടൻ തന്നെ അദ്ദേഹം പോലീസിലും സൈബർ സെല്ലിലും ഒക്കെ പരാതി കൊടുത്തിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വിശാഖപട്ടണത്തെ ഒരു യുവതിയും സമാനമായ ഒരു തട്ടിപ്പിനിരയായി. ഫോണിലേക്ക് എത്തിയ ഫയൽ ഓപ്പൺ ചെയ്തപ്പോൾ അക്കൗണ്ടിലെ 3.2 ലക്ഷം രൂപയാണ് നഷ്ടമായത്. വിവാഹ ക്ഷണക്കത്ത് അയച്ച് നടത്തുന്ന തട്ടിപ്പുകൾ നമ്മുടെ രാജ്യത്ത് ഒരു വർഷത്തിലേറെയായിട്ട് വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അജ്ഞാതര ക്ഷണക്കത്ത് എന്ന വ്യാജേന അയക്കുന്ന ഈ APK ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നതോടെ ഇരയുടെ ഫോൺ ഹാക്കർമാരുടെ നിരീക്ഷണത്തിലാകും. ഇതോടെ ഇരയുടെ ഫോണിലെ വിവരങ്ങളെല്ലാം ലഭിക്കുകയും ചെയ്യും. അതുവഴി മറ്റൊരാളെ കബളിപ്പിച്ച് ആ കുറ്റം കൂടി ഇരയുടെ ചുമലിൽ ചാർത്താനും സാധിക്കും. ലോട്ടറി ടിക്കറ്റുകൾ, ഫോൺ ബില്ല്, ക്ഷണക്കത്ത് എന്നിങ്ങനെ അജ്ഞാത നമ്പറിൽ നിന്ന് വരുന്ന ഫയലുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണം എന്നാണ് സൈബർ വിദഗ്ധർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന ഉപദേശം. പൊന്നോണം ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. Pitapalil Agencies.